BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പണ്ടൊരിക്കൽ നായരീഴവ ഐക്യം പറഞ്ഞ് ഞങ്ങൾ രാമലക്ഷ്മണന്മാരായിട്ട് യോജിച്ച് നീങ്ങാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വന്നപ്പോൾ ഫലിതപ്രിയനായ അഴിക്കോട് മാഷ് പറഞ്ഞ ഒരു വാചകം ഓർമ്മ വരുന്നുണ്ട്. അത് മണ്ണാങ്കട്ടയും കരിയിലെയും കൂടി തീർത്ഥയാത്ര പോയതിൻ്റെ അനുഭവമായിരിക്കും എന്ന് അദ്ദേഹം വന്ന് പറഞ്ഞ് ഒരു വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. ആദ്യത്തെ കാറ്റിന് കരിയില പറന്നു പോവും, ചാറ്റൽ മഴയ്ക്ക് മണ്ണാങ്കട്ട അലിഞ്ഞും പോകും എന്ന് പറഞ്ഞ അഴിക്കോട് മാഷിൻ്റെ ഫലിതം ഞങ്ങളെല്ലാവരും ശരിക്കും ആസ്വദിക്കുകയുണ്ടായി. ഇപ്പോഴത്തെ ഈ വീണ്ടും കൂടിച്ചേരലും മറിച്ചൊരു അന്ത്യത്തിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല. അതിൻ്റെ പിന്നിൽ പല അജണ്ടകളാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒന്നാമതായിട്ട് SNDP യോഗത്തിന് ചരിത്രപരമായിട്ടുള്ള ഒരു അജണ്ടയാണ് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഐക്യം. അതിലൂടെ സാമൂഹ്യനീതിയുടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അധികാരം അധസ്ഥിതരിലേക്കും കൂടി എത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്നുള്ളതും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ എക്കാലത്തെയുമായ സുവിദിതമായ ലക്ഷ്യങ്ങളാണ്. ആ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇതിൻ്റെ മഹാരഥന്മാരായ വലിയ നേതാക്കൾ ഈ പ്രസ്ഥാനത്തെ നയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷ്യങ്ങളെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ലക്ഷ്യങ്ങളെ കരിമ്പടം പുതപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു നീക്കവും SNDP യോഗത്തിനോ ശ്രീനാരായണ സമൂഹത്തിനോ സ്വീകരിക്കുവാനായിട്ട് കഴിയുകയില്ല. എല്ലാ ഐക്യത്തെയും നമ്മൾക്ക് സ്വാഗതം ചെയ്യാം. സമൂഹങ്ങളും ജനവിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യം അത് സൗഹാർദ്ദത്തിൻ്റെതായ വർദ്ധിച്ച അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിനൊക്കെ വളരെ നല്ലതാണ്, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യാം. പക്ഷേ SNDP യോഗത്തിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ടകളെ ബലി കൊടുത്തുകൊണ്ടുള്ള ഒരൈക്യവും ശ്രീനാരായണ സമൂഹത്തിന് സ്വീകാര്യമാവുകയില്ല. SNDP യോഗം അത്തരത്തിലുള്ള ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ ഓർമ്മപ്പെടുത്തുവാനും കൂടി ഞങ്ങൾ ആഗ്രഹിക്കാം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.